അങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പൊ പരസ്പരം ഇട്ട് തുടങ്ങി. പിന്നെ പ്രേമിച്ച് കെട്ടിയതാണ് അല്ലേ? അതിന്റെ കഥ ചെറുതായിട്ടൊന്ന് പറയാം. കെട്ടിയതിന് ശേഷം പ്രേമിച്ച ആദ്യം ഇങ്ങോട്ട് ഇട്ട് വന്നു, പിന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ പ്രേമിച്ച് കെട്ടിയതാണ് അല്ലേ? അതിന്റെ കഥ ചെറുതായിട്ടൊന്ന് പറയാം. കെട്ടിയതിന് ശേഷം പ്രേമിച്ച ചെറുതായിട്ടൊന്ന് പറ. ഇഷ്ടപ്പെട്ടു ആളെ. ഞാൻ ഗ്രൂപ്പിലൊരു കോർഡിനേറ്ററായിട്ട് നിന്നുണ്ടായിരുന്നു. ഒരു വാട്സപ്പിൽ ഓണപരിപാടി നടത്തിയായിരുന്നു. ആ ഒരു ഓണപരിപാടിക്ക് അവളൊരു വീഡിയോ എനിക്ക് ഇട്ട് തന്നു. രണ്ടാമത്തെ മത്സരത്തിന്റെ വീഡിയോ ഇട്ട് തന്നു. രാത്രി ഓണത്തിന്റെ ഇടയിലേക്കുള്ള പരിപാടിയിലാണ് ആദ്യം ഇങ്ങോട്ട് ഇട്ട് വന്നു, പിന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കോർഡിനേറ്ററാണ്. മൂന്നാമത്തെ വീഡിയോ ഇട്ട് തന്നു. അപ്പോ അത് കഴിഞ്ഞ് രാത്രി 12:30 ആളായി എന്ന് പറഞ്ഞു. എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് ഐ ലവ് യു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, ആദ്യമായിട്ട് ഇവിടെ പറയാം. അങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പൊ പരസ്പരം ഇട്ട് തുടങ്ങി. ഇപ്പൊ ഫുള്ള് ഇപ്പൊ ലവ് ലെറ്റർ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കണ്ടോ? ഇവിടെ കൊടുക്കണ്ട്. അതാണ് റിയൽ ലവ്. കല്യാണത്തിന് ശേഷം ലവ് ലെറ്റർ കൊടുക്കുന്നുണ്ട്. ഒളിച്ചോടെ കഥ എന്ന് പറയാം. ഒളിച്ചോടി ഇല്ലേ? അവളെ വീട്ടിൽ പോയി കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാം. അസൂയ തോന്നുന്നു. നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒളിച്ചോടണം. അങ്ങനെ അവളെ വീട്ടില് 6 മണി സദ്യ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് കള്ളത്തരം പറഞ്ഞ് അവളെ വീട്ടിൽ പോയി. അവളമ്മ രാവിലെ ചായ തന്നു, ഉച്ചയ്ക്ക് ചോറ് തന്നു, വൈകുന്നേരം ചായയും കുടിച്ച് അവളമ്മ വിളിച്ച് തന്നു ഒരു ഓട്ടോറിക്ഷ ഉണ്ട് ആറന്മുള അമ്പലത്തിലേക്ക്. ഞങ്ങൾ രണ്ടുപേരോടും പോകാൻ പറഞ്ഞു. ആ ഓട്ടോറിക്ഷയ്ക്ക് അവളെയും കൊണ്ട് വന്നു. അമ്മേ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര സമ്മതിച്ചു. എന്തായാലും എന്നെ വെട്ടിച്ചു. റിയലി അപ്രീഷിയേറ്റ്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കാറുണ്ട്. ഒരു ഫോട്ടോ എടുത്തോ. വിളിച്ചാൽ മതി. ഞാൻ നമ്പറിൽ വിളിച്ചാൽ ഹലോ ഗീത.